ഓം ഭദ്രകാളിയേ നമ. എല്ലാവർക്കും അമ്മൻ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് കണ്ടകശനി എന്ന ശക്തമായ ശനിദോഷം ജൂലൈ 27 മുതൽ വിട്ടുമാറി ജീവിതത്തിൽ ഒരു നല്ല സമയം, നല്ല കാലം ആരംഭിക്കുന്ന 6 നക്ഷത്ര ജാതകരെ പറ്റിയാണ്. നിങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ട കാര്യം, കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കണ്ടകശനി ദോഷത്തിൽ അത്രമേൽ ബുദ്ധിമുട്ടുന്ന ഒരു 6 നക്ഷത്ര ജാതകരാണ് 2 രാശികളിൽ ഉൾപ്പെടുന്ന വ്യക്തികൾ. നിങ്ങൾക്ക് ജൂലൈ 27 ശനി വക്രഗതിയിലേക്ക് സഞ്ചരിക്കുമ്പോൾ ആ ഒരു കണ്ടകശനി ദോഷം പൂർണ്ണമായി വിട്ടുമാറും. ജൂലൈ 27 മുതൽ ഡിസംബർ 11 വരെയുള്ള കാലഘട്ടം ആ കണ്ടകശനി ദോഷം വിട്ടുമാറി ജീവിതത്തിൽ അപ്രതീക്ഷിതമായ സൗഭാഗ്യങ്ങൾ, നല്ല ഗുണാനുഭവങ്ങൾ ഇതെല്ലാം ലഭിക്കുന്ന സമയമാണ്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് നിങ്ങളുടെ ജനന ജാതകപ്രകാരം നിങ്ങൾ 6 നക്ഷത്ര ജാതകർക്ക് വ്യത്യസ്ത ജനന ജാതകങ്ങളായിരിക്കും. അതിനെ അടിസ്ഥാനപ്പെടുത്തി വ്യത്യസ്ത ദശാകാലഘട്ടങ്ങളായിരിക്കും ജീവിതത്തിൽ നടക്കുന്നത്. ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും അത്രമേൽ ശുഭനായ ഒരു ഗ്രഹത്തിൻ്റെ ദശാകാലഘട്ടം, അല്ലെങ്കിൽ അത്രമേൽ ദോഷമില്ലാത്ത ഒരു ഗ്രഹത്തിൻ്റെ സമനായ ഒരു ഗ്രഹത്തിൻ്റെ ദശാകാലഘട്ടം ഇതൊക്കെ നടക്കുന്നവരാണെങ്കിൽ ഈ ഒരു വക്രഗതി കാലഘട്ടത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ 10 മടങ്ങിരട്ടി ഗുണഫലങ്ങൾ, നന്മകൾ വന്നു ചേരും. പലരും യൂട്യൂബിലും മറ്റും വരുന്ന രാശിഫലത്തെ മാത്രം അടിസ്ഥാനമാക്കിയാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെയല്ല വേണ്ടത്. നമ്മുടെ ഓരോരുത്തരുടെയും ജനന ജാതകത്തിന് അത്രമേൽ പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കണം. ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ഈ ഒരു സമയം നിങ്ങളുടെ സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് ജീവിതത്തിൽ ഇപ്പോൾ നടക്കുന്ന ദശാകാലഘട്ടങ്ങളും മുന്നോട്ടുള്ള ജീവിതം, ഭാവി ഇതെല്ലാം മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. ജൂലൈ 27 മുതൽ ഡിസംബർ 11 വരെ ശനി വക്രത്തിൽ പോകുമ്പോൾ ആ ഒരു കണ്ടകശനി ദോഷം പൂർണ്ണമായി വിട്ടുമാറി ജീവിതത്തിൽ ഒരുപാട് നന്മകളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇനി നമുക്ക് ഏതൊക്കെ രാശിക്കാർക്കാണ് ആ ഒരു കണ്ടകശനി ദോഷം വിട്ടുമാറി ആ ഒരു ഗുണഫലങ്ങൾ ലഭിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയാണ് നോക്കുന്നത്. ആദ്യം മിഥുന രാശിയിൽ വരുന്ന മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങൾക്ക് കണ്ടകശനി ദോഷം വിട്ടുമാറുകയാണ്. നിങ്ങളുടെ ജീവിതത്തിലെ തന്നെ ഒരു നല്ല സമയം, നല്ല കാലത്തിൻ്റെ ആരംഭമാണ്. ഈ ഒരു കണ്ടകശനി തുടങ്ങിയ കാലം മുതൽ തന്നെ ശനി നിങ്ങൾക്ക് 10ാം ഭാവമായ കർമ്മസ്ഥാനത്താണ് കണ്ടകനായി സഞ്ചരിച്ചു കൊണ്ടിരുന്നത്. പലർക്കും ഒരു ജോലി ചെയ്തുകൊണ്ടിരുന്ന നല്ലൊരു ജോലിയൊക്കെ വളരെ പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോയൊരവസ്ഥയോ, അതുപോലെ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ഒരുപാട് സ്ട്രഗിളിങ് ഇതൊക്കെ അനുഭവത്തിൽ വന്നിട്ടുണ്ടാകാം. ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ സഹപ്രവർത്തകരുടെ ഇടയിൽ നിന്ന്, മേലുദ്യോഗസ്ഥരുടെ ഇടയിൽ നിന്നൊക്കെ ഒരുപാട് സമ്മർദ്ദങ്ങൾ, ബുദ്ധിമുട്ടുകൾ. എങ്ങനെയെങ്കിലും ഈ ജോലി ഒന്ന് വിട്ടുമാറി പോയാൽ മതിയെന്നുള്ള ചിന്ത തന്നെ പലരെയും സംബന്ധിച്ചിട്ടുണ്ട്. ജോലി ഇല്ലാതെ കഷ്ടപ്പെടുന്ന വ്യക്തികൾക്കാണെങ്കിലും പുതിയൊരു ജോലി ലഭിക്കുന്നതിന് കഴിഞ്ഞ കുറച്ച് കാലഘട്ടങ്ങളായി എത്രമേൽ പരിശ്രമിച്ചിട്ടും ലഭിക്കുന്നില്ല. പലരും വളരെ നല്ല വിദ്യാഭ്യാസവും നല്ല തൊഴിൽ പരിചയവുമുള്ള പല വ്യക്തികളും പലതരത്തിൽ ഇൻ്റർവ്യൂവിനും മറ്റു കാര്യങ്ങൾക്കുമൊക്കെ പോയിട്ടും അവർക്ക് അവസാന നിമിഷം ആ ഒരു ചുണ്ടിനും കപ്പിനും ഇടയിൽ നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് പറയുന്ന പ്രകാരം ആ നല്ല ജോലിയും സാധ്യതകളുമൊക്കെ വിട്ടുപോയ അനുഭവമുണ്ട്. സ്വന്തമായി തൊഴിൽ, ബിസിനസ്സൊക്കെ നടത്തുന്നവർക്കും അതിൻ്റേതായ തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ, സാമ്പത്തിക ലാഭമില്ലാത്ത അവസ്ഥ, പലർക്കും അവരവരുടെ പ്രസ്ഥാനങ്ങൾ പലതും ഈ ഒരു കണ്ടകശനി കാലഘട്ടത്ത് അടച്ചുപൂട്ടേണ്ട അവസ്ഥയിലാണ് എന്ന് തന്നെ പറയാം. അത്രമേൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളുമാണ് ഈ ഒരു കണ്ടകശനി കാലഘട്ടം പലർക്കും നൽകുന്നത്. നിങ്ങളെ സംബന്ധിച്ച് ജൂലൈ 27 മുതൽ ശനി വക്രഗതിയിലേക്ക് മാറുമ്പോൾ ആ കണ്ടകശനി പൂർണ്ണമായി വിട്ടുമാറി ആ ജോലി സംബന്ധമായ, കർമ്മസംബന്ധമായ എല്ലാ തടസ്സങ്ങളും മാറും. പുതിയ ജോലി ലഭിക്കുന്ന സമയം, ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിങ്ങൾ പ്രതീക്ഷിച്ച ഒരു സ്ഥാനക്കയറ്റമോ പദവി ഉയർച്ചയോ ഇടം മാറ്റമോ ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങൾ ആ ജോലിയിൽ നേരിട്ടുകൊണ്ടിരുന്ന സമ്മർദ്ദങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളുമെല്ലാം പൂർണ്ണമായി വിട്ടുമാറും. സ്വന്തമായി ബിസിനസ്, തൊഴിൽ സംരംഭങ്ങളൊക്കെ നടത്തിയിരുന്നവരെ സംബന്ധിച്ച് ആ കഷ്ടനഷ്ടങ്ങളൊക്കെ വിട്ടുമാറി ധനലാഭം വന്നു ചേരും. വിദേശത്ത് ജോലി ചെയ്യുന്ന മിഥുനരാശിക്കാരെ സംബന്ധിച്ചും സമയം വളരെ അനുകൂലമാണ്. നിങ്ങളുടെ മുടങ്ങിക്കിടന്നിരുന്ന ശമ്പളമൊക്കെ ലഭിക്കുക, വിസ സംബന്ധമായ പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ വിട്ടുമാറി ജോലി സ്ഥിരപ്പെടുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനുഭവത്തിൽ വരും. വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്കും സമയം അനുകൂലമാണ്. നിങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥാപനത്തിൽ നിന്ന് മറ്റൊരു സ്ഥാപനത്തിലേക്ക് ജോലി മാറ്റം ആഗ്രഹിക്കുന്നവർ,
അതുപോലെ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് ഒരു ജോലി മാറ്റത്തിന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ സമയം വളരെ അനുകൂലമാണ്. അതൊക്കെ നിങ്ങൾക്ക് അനുഭവത്തിൽ വരും. മിഥുനരാശിയിൽപ്പെട്ട വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഉപരിപഠനം, വിദേശ പഠനമൊക്കെ നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്ന സമയമാണ്. ആ വിദ്യാഭ്യാസ രീതിയിലുള്ള ആ തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ വിട്ടുമാറി വിദ്യാഭ്യാസത്തിൽ പുരോഗതി ലഭിക്കും. ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് നിങ്ങൾക്ക് നല്ല തൊഴിലവസരങ്ങൾ മുന്നോട്ട് ലഭിക്കുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ ഈ ഒരു കണ്ടകശനി കാലഘട്ടത്തിൽ പല മിഥുനരാശിക്കാരെ സംബന്ധിച്ചും വിവാഹത്തിൻ്റെ കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഒരുപാട് കാലതാമസങ്ങൾ, തടസ്സങ്ങൾ, വിവാഹമൊക്കെ നിശ്ചയിച്ച ശേഷം ഒരവസാന നിമിഷം മാറിപ്പോയ അനുഭവം പലർക്കുമുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിട്ടുമാറി നിങ്ങൾക്ക് അനുയോജ്യമായ നല്ലൊരു മംഗല്യ ഭാഗ്യം നടക്കുന്ന സമയം, അനുയോജ്യരായ ജീവിത പങ്കാളികളെ ലഭിക്കുന്ന സമയം. ദാമ്പത്യ കുടുംബജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ്. ഒരു വിവാഹമോചനത്തിൻ്റെയോ വേർപിരിയലിൻ്റെയോ വക്കിൽ വരെ എത്തി നിൽക്കുന്നു. അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഭാര്യാഭർത്താക്കന്മാർ പല കാര്യകാരണങ്ങൾ കൊണ്ട് രണ്ടുപേരും രണ്ടിടങ്ങളിലായി കഴിയുന്നവരൊക്കെ ആണെങ്കിൽ അതിനൊക്കെ മാറ്റമുണ്ടായി. ആ ദാമ്പത്യ കുടുംബജീവിതത്തിലും ഒരു സുഖം, സമാധാനം, സന്തോഷം ലഭിക്കും. കണ്ടകശനി കാലഘട്ടത്തിൽ അപ്രതീക്ഷിതമായ വണ്ടിവാഹന അപകടങ്ങളോ അല്ലെങ്കിൽ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളോ, ശരീരത്തിൽ കത്തിവയ്ക്കേണ്ടതായ സർജറി പോലുള്ള കാര്യങ്ങളോ ഒക്കെ മിഥുനരാശിയിൽ വരുന്ന മകയിരം, തിരുവാതിര, പുണർന്ന നക്ഷത്രത്തിൽ ജനിച്ച പലർക്കും അനുഭവത്തിൽ വന്നിട്ടുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് അങ്ങനെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് മുക്തരാകുന്നു. നിങ്ങളുടെ ശരീരത്തിന് പൂർണ്ണ ആരോഗ്യം വീണ്ടും കിട്ടുന്ന ഒരു സമയം. ആശുപത്രിവാസം, അതിനുവേണ്ടിയുള്ള ചിലവുകൾ, പാഴ്ചിലവുകളൊക്കെ വിട്ടുമാറുന്ന ഒരു നല്ല സമയത്തിൻ്റെ ആരംഭമാണ്. അപ്രതീക്ഷിതമായ ചില സൗഭാഗ്യങ്ങൾ ഈ ഒരു കാലഘട്ടങ്ങളിൽ വന്നു ചേരും. പിതാവ്, പിതൃസ്ഥാനത്തുള്ള വ്യക്തികളിൽ നിന്ന് ഈശ്വരാനുഗ്രഹം, നന്മകളൊക്കെ മിഥുനരാശിക്കാർക്ക് ലഭിക്കുന്ന സമയമാണ്. മിഥുനരാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് ആരോഗ്യത്തിലും അതുപോലെ ചെയ്യുന്ന ജോലി, തൊഴിൽ, കർമ്മരംഗത്തും അതുപോലെ തന്നെ ധനപരമായ മുന്നേറ്റങ്ങൾ, നേട്ടങ്ങൾ, സാമ്പത്തിക ലാഭങ്ങളൊക്കെ ഈ ഒരു സമയത്ത് ലഭിക്കുന്നതാണ്. പൊതുവെ ഈ ഒരു കണ്ടകശനി വിട്ടുമാറുന്നതോടുകൂടി തന്നെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും ആ ഒരു ഈശ്വരാനുഗ്രഹം, ഒരു നല്ല ഗുണാനുഭവങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കും. പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്ന് നിങ്ങൾ മോചിതരാകുന്നു എന്നുള്ളതാണ്. മിഥുനരാശിയിൽപ്പെട്ട നക്ഷത്രത്തിൽ ജനിച്ച ഓരോ വ്യക്തികളും ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങളിൽ കൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. അത് എന്തു തന്നെയാണെങ്കിലും അതിനൊക്കെ മാറ്റം വന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മുന്നേറ്റ സമയം, അപ്രതീക്ഷിതമായ ഗുണാനുഭവങ്ങൾ, സൗഭാഗ്യങ്ങൾ, ജീവിത നേട്ടങ്ങളൊക്കെ ലഭിക്കുന്ന സമയമാണ്. ആദ്യം പറഞ്ഞ പ്രകാരം സ്വന്തം ജീവിതത്തെപ്പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ളവർക്ക് ഈ സമയം അവരവരുടെ ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി കന്നിരാശിയിൽ വരുന്ന ഉത്രം, അത്തം, ചിത്തിര നക്ഷത്ര ജാതകർക്ക് ശനി 7-ാം ഭാവത്തിൽ കണ്ടകനായി സഞ്ചരിച്ചു കൊണ്ടിരുന്ന് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് നൽകിയിരുന്നത്. നിങ്ങളെ സംബന്ധിച്ച് പൊതുവെ കന്നിരാശിയിൽപ്പെട്ട വ്യക്തികളിൽ ഈ ഒരു കണ്ടകശനി ദോഷം അനുഭവത്തിൽ ലഭിക്കാത്തത് സ്വന്തം ജനന ജാതകപ്രകാരം അത്രമേൽ ഗുണഫലങ്ങൾ നൽകുന്ന ഒരു ശുഭഗ്രഹത്തിൻ്റെ ദശ നടന്നവർക്ക് അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് മാത്രമാണ്. അല്ലാത്ത ഏതൊരു വ്യക്തിയെ സംബന്ധിച്ച് നോക്കിയാലും നിങ്ങൾ ഏത് പ്രായക്കാരാണെങ്കിലും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് ഈ ഒരു കണ്ടകശനി കാലഘട്ടത്തിൽ അനുഭവത്തിൽ വരുന്നത്. പ്രത്യേകിച്ചും ഈ കണ്ടകശനി കാലഘട്ടം ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ, രോഗദുരിതങ്ങൾ, ആശുപത്രിവാസങ്ങൾ, അല്ലെങ്കിൽ അതിനുവേണ്ടി പണം ചിലവഴിക്കേണ്ട അവസ്ഥ, അതുമൂലം കടബാധ്യതകളോ സാമ്പത്തിക വിഷമതകളോ അനുഭവത്തിൽ വന്നവർ ധാരാളമാണ്. അത് നിങ്ങൾക്ക് തന്നെ സംഭവിക്കണമെന്നില്ല. നിങ്ങളുടെ കുടുംബത്തിൽ സ്വന്തം ബന്ധങ്ങളിൽപ്പെട്ട ആർക്കെങ്കിലും വേണ്ടിയൊക്കെ ഇതുപോലെ ആശുപത്രി സംബന്ധമായ കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങിത്തിരിച്ച് പലതരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ്. അതുപോലെ തന്നെ പലരെയും സംബന്ധിച്ച് ഈ ഒരു സമയം പലതരത്തിലുള്ള കടബാധ്യതകളിൽ കൂടെ കടന്നു പോകുന്നവരും ധാരാളമാണ്. അത് അപ്രതീക്ഷിതമായി ജീവിതത്തിൽ വന്നു ചേർന്ന പല പ്രശ്നങ്ങൾ കൊണ്ട് പണം കടം വാങ്ങേണ്ടി വന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ കയ്യിലുണ്ടായിരുന്ന സമ്പാദ്യമൊക്കെ അതിനുവേണ്ടി ചിലവഴിച്ച് ഒരു കടബാധ്യതയുടെ വക്കിൽ വരെ എത്തി നിൽക്കുന്ന കന്നിരാശിയിൽപ്പെട്ട വ്യക്തികളും ധാരാളമുണ്ട്. ഇപ്പോൾ താമസിച്ചു വരുന്ന ഭവനം, വീട് ഒരു പണയത്തിലാവുക, അല്ലെങ്കിൽ ആ വീടൊരു ജപ്തിയുടെ വക്കിൽ വരെ എത്തി നിൽക്കുന്നവരും കുറവല്ല എന്ന് തന്നെ പറയാം. ഈ ഒരു കണ്ടകശനി കാലഘട്ടം ആരംഭിച്ചതിന് ശേഷം ചെയ്യാത്ത തെറ്റിന് പഴി കേൾക്കുക, അപവാദങ്ങൾ കേൾക്കുക, അതുപോലെ സ്വന്തം ബന്ധങ്ങളോ വേണ്ടപ്പെട്ടവരോ ഒക്കെ അകന്നു നിൽക്കുന്ന അവസ്ഥ, നമ്മളേറെ വിശ്വസിച്ചിരുന്നവരുടെ ഭാഗത്തു നിന്നൊക്കെ മോശപ്പെട്ട അനുഭവങ്ങൾ, വിശ്വാസവഞ്ചനകളൊക്കെ അനുഭവത്തിൽ വന്നവരും ഏതെങ്കിലും തരത്തിലുള്ള കോടതി, പോലീസ് കേസ് വ്യവഹാരങ്ങളിൽ ഉൾപ്പെട്ട വ്യക്തികളും ഈ ഒരു സമയത്ത്
കന്നിരാശിയിലുണ്ട് എന്നുള്ളതാണ്. നിങ്ങളെ സംബന്ധിച്ച് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അതൊക്കെ പൂർണ്ണമായിട്ട് ഇനി ഈ ഒരു വക്രഗതി കാലഘട്ടത്തോടുകൂടി വിട്ടുമാറും. അങ്ങനെയുള്ള കോടതി കേസ് വ്യവഹാരങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ളവർ അതിൽ നിന്നൊക്കെ മോചിതരാകുന്ന, മുക്തരാകുന്ന ഒരു സമയമാണ്. കടബാധ്യതകൾ വിട്ടുമാറും. നിങ്ങളുടെ മുൻപിൽ പുതിയ വഴികൾ തെളിഞ്ഞു കിട്ടുന്ന ഒരു സമയമാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള പല നന്മകളും വന്നു ചേരും. നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയിടത്ത് നിന്ന് ഒരു പുതിയ ആരംഭമാണ് പലരെയും സംബന്ധിച്ച്. നിങ്ങളെയൊക്കെ എടുത്തു പറയുവാനുള്ളത്, ശനി 7ാം ഭാവത്തിൽ കണ്ടകനായിട്ട് നിൽക്കുമ്പോൾ 7ാം ഭാവം കളത്രഭാവമാണ്. പലർക്കും ഈ ഒരു കണ്ടകശനി കാലഘട്ടത്തിൽ ദാമ്പത്യ കുടുംബജീവിതത്തിൽ അത്രമേൽ പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ്. വിവാഹം കഴിഞ്ഞ് വിരലിലെണ്ണാവുന്ന മാസങ്ങൾക്കുള്ളിൽ തന്നെ ആ ദാമ്പത്യ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ വരിക, രണ്ടുപേരും രണ്ടിടങ്ങളിലായിട്ടിരിക്കുക, അല്ലെങ്കിൽ ആ ഒരു ബന്ധം വേർപിരിയേണ്ട അവസ്ഥയിൽ കോടതി കേസ് വ്യവഹാരങ്ങളിൽ കൂടെ മുന്നോട്ട് പോവുക, ഇതൊക്കെ അനുഭവത്തിൽ ഉള്ളവരും ധാരാളമുണ്ട്. അതുപോലെ വിവാഹത്തിന് ഇറങ്ങിത്തിരിച്ചാൽ തന്നെ അതിനും പലതരത്തിലുള്ള തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ ഈ കാലഘട്ടങ്ങളിൽ കന്നിരാശിയിൽപ്പെട്ട ഉത്രം, അത്തം, ചിത്ര നക്ഷത്ര ജാതകർക്കുണ്ട്. ഇങ്ങനെ നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു മാറ്റം ഈ ഒരു കണ്ടകശനി വിട്ടുമാറുന്നതോടുകൂടി ഗുണത്തിൽ വരും. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഒരു ഗൃഹനിർമ്മാണത്തിന് ഇറങ്ങിത്തിരിച്ച് അത് പൂർത്തീകരിക്കാൻ കഴിയാതെ പകുതി വഴിയിൽ മുടങ്ങി നിൽക്കുന്നവരുണ്ട്. അതുപോലെ ഭൂമി സംബന്ധമായ ക്രയവിക്രയങ്ങൾക്ക്, അത് വാങ്ങുന്നതിനോ അത് വിൽക്കുന്നതിനോ ഒക്കെ ഇറങ്ങിത്തിരിച്ചാലും അതിലും പലതരത്തിലുള്ള തടസ്സങ്ങളാണ് അനുഭവത്തിൽ വന്നിട്ടുള്ളത്. അതൊക്കെ ഈ ഒരു ശനിയുടെ വക്രഗതിയോടുകൂടി വിട്ടുമാറി ഭൂമി വാങ്ങുന്നതിനും വിൽക്കുന്നതിനും സമയം അനുകൂലം. മുടങ്ങിക്കിടന്ന ഗൃഹനിർമ്മാണം പുനരാരംഭിച്ച് പൂർത്തീകരിക്കാൻ സാധിക്കുന്ന തരത്തിൽ നല്ല നല്ല ഗുണാനുഭവങ്ങൾ ലഭിക്കും. പൂർവിക വഴി ലഭിക്കേണ്ട ഭൂമിയോ മറ്റ് സ്വത്തുവകകളോ ഉണ്ടെങ്കിൽ ഈ കാലഘട്ടങ്ങളിൽ വന്നു ചേരും. കന്നിരാശിക്കാരെ സംബന്ധിച്ച് എടുത്തു പറയേണ്ടത്, നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ ഒരു ഉയർ വിദ്യാഭ്യാസം, ഒരു നല്ല ജോലി, അവർക്ക് നല്ല വിവാഹം, അതുപോലെ സന്താന ഭാഗ്യം, ഇങ്ങനെ പല തരത്തിലുള്ള നന്മകളും ഈ ഒരു കണ്ടകശനി വിട്ടുമാറുന്നതോടുകൂടി നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ ലഭിക്കുമെന്നുള്ളതാണ്. അതുപോലെ കന്നിരാശിക്കാരായ മാതാപിതാക്കളെ സംബന്ധിച്ച് നിങ്ങളുടെ കുട്ടികളിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന പല ഗുണാനുഭവങ്ങളും, നന്മകളും, മനസ്സിനൊരു സുഖം, സമാധാനം, സന്തോഷം ലഭിക്കുന്ന അനുഭവങ്ങളൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ ലഭിക്കും. നിങ്ങൾക്ക് കണ്ടകശനി വിട്ടുമാറുന്നതോടുകൂടി തന്നെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ, വലിയ മാറ്റങ്ങൾ, ഗുണഫലങ്ങളെല്ലാമാണ് ഈശ്വരൻ നൽകുന്നത്. ഇതിനെ പരമാവധി പ്രയോജനപ്പെടുത്തുക. കന്നിരാശിയിൽ വരുന്ന സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് നിങ്ങൾ ഏത് പ്രായത്തിലുള്ളവരാണെങ്കിലും അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. കന്നിരാശിയിൽപ്പെട്ട കുടുംബ സ്ത്രീകൾക്ക് നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലൊരു സുഖം, സമാധാനം, സന്തോഷം, സ്വന്തം ബന്ധങ്ങളിലുണ്ടായിരുന്ന അകൽച്ചകളൊക്കെ വിട്ടുമാറി പരസ്പരം ഒരു സ്നേഹം, വിശ്വാസം, ഇതൊക്കെ ഉടലെടുക്കുന്ന സമയം. നിങ്ങൾ ആഗ്രഹിക്കുന്ന പല നന്മകളും ഈ ഒരു സമയത്ത് ലഭിക്കുന്നതായിരിക്കും. ഇനി അവരവരുടെ ജീവിതത്തെപ്പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ള വ്യക്തികളുണ്ടെങ്കിൽ ഈ സമയത്ത് സ്വന്തം ജനന ജാതകം നോക്കി ജാതകവശാൽ നടക്കുന്ന ദശാകാലങ്ങളും മറ്റും മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നത് കൂടുതൽ ഉചിതമായിരിക്കും, ഉത്തമമായിരിക്കും. നന്ദി.